ഗായ്സ് നമ്മൾ ചെന്നൈയിൽ പോവാണ്. എല്ലാവരും ഹായ് പറയും. അവിടെ തൊള്ളാം സുന്ദരികൾ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മള് ചെന്നൈയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എവിടേക്ക് പോകുന്ന പോലെ ചെന്നൈയാണ്. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. നമ്മളിന്ന് കലക്കും. രാവിലെ 5:30 എണീച്ചു. 5:30 എണീച്ച് 7:15 ട്രെയിൻ കറക്റ്റ് ആയിട്ട് കിട്ടി. നാറിയ ചായയാണ്. അങ്ങനെയല്ലേ പറയുന്നത്? പൊടിയല്ല. നോക്കൂ, കുടിക്കാൻ പാടില്ലായിരുന്നു. എന്റെ തെറ്റാണ്. ആരെങ്കിലും ഒരാളെ തലയിൽ കെട്ടി വെക്കണം ആഗ്രഹിക്കുന്നത് അല്ലേ? അത് നമുക്കതൊരു ചാലഞ്ചായി ചെയ്താലോ? അപ്പൊ ഇതിന് ഉത്തമമായിട്ടുള്ള ഒരാളുണ്ട് നമ്മളെ കൂടെ തന്നെ ഉള്ളത്, ബിപിൻ കൃഷി. എന്റെ സീറ്റ് വീണു പോമ്മ. നമ്മളങ്ങനെ ടി നഗർ എത്തി. മാമ്പലാണ് പേര്, പക്ഷെ ടി നഗർ ആണ് കേട്ടോ. ഇതാണ് അപർണ. ഇവിടെ എല്ലാ വ്ളോഗിലും അച്ഛനെ വിളിക്കാറുണ്ട്. വെറും അതെ, നമ്മളങ്ങനെയല്ല. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. നീ പിടിക്കും, ഞാൻ എന്നെ കളിക്കാം. പരിഷ്കാരി അമ്മായിയാണ് ഗായ്സ്. ഇതാണ് അച്ഛന്റെ ഔട്ട്ഫിറ്റ്. അതെ, ബാബുച്ചേട്ടന്റെ മോളുടെ. ഇതാണ് ബാബുച്ചേട്ടന്റെ മോൾ, ഞങ്ങളുടെ അപർണ. ഓക്കെ ഗായ്സ്, നമ്മളിനി ടി നഗർ ചെന്നിട്ട് ബാക്കി വിശേഷം കാണിക്കാം. ഇതാണ് മാമ്പളം. കണ്ടോ, മാമ്പളം കാണിച്ചു. ബൈ ഗൈസ്. നമ്മൾ കുറെ പിള്ളേരായിട്ടാണ് വന്നത്. ഇവിടെ മിസ്സാവുന്ന തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ ടീമാണ്, ഇതൊക്കെ നമ്മുടെ ടീമാണ് കേട്ടോ. ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ഏതോ ഒരു സ്ഥലത്ത് കൂടിയാണ്. ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ ചെന്നൈ. നമ്മൾ വെറുതെ വന്നതാണ്. വിശക്കുന്നുണ്ട്. നോക്കൂ, നല്ല കളക്ഷൻസ് ആണ് ഇവിടെ കാണുന്നുണ്ടോ. പൂവൊക്കെ തരും. അതെ, പൈസ കൊടുക്കണം. അതിന് പറയും കടലൊക്കെ തുറക്കുന്നുള്ളൂ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. കട കാണിച്ചു തരാം ഗൈസ്. ഒരു ചായക്കൊക്കെ 45 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അഫോർഡ് ആകാൻ പറ്റില്ല. നമ്മുടെ ദോശൻ്റെ കാശാണ് ഒരു 45 രൂപ കേവലം ഒരു ചായക്ക് പറയും. നമുക്ക് അത്ര നല്ല ചായ ഒന്നും വേണ്ട. ഇതാണ് ഗൈസ് കട. നമ്മളെ കാണണ്ട, കണ്ടോ. അപ്പോൾ ഇവിടെ ദോശ കഴിക്കാനായിട്ട് മുരുകൻ ഇഡ്ഡലി എന്നുള്ള ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അയ്യോ, അതിലെടുക്കുന്നുണ്ട്. ദോശ കഴിക്കാൻ വന്നതാണ് ഗൈസ്. അയ്യോ, അതിലെടുക്കുന്നുണ്ടായിരുന്നോ? നമ്മളെ ദോശ വന്നു. കിളി ദോശയാണ് തോന്നുന്നത്. കൊള്ളാം. ഇതാണ് ടി നഗർ എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് അറിയില്ല ഗൈസ്. ഇതാണ് ടി നഗർ. പറ, എന്റെ വ്ളോഗിൽ പറയേ. നമ്മൾ പോയിട്ട് വരാം. നല്ല കളക്ഷൻ ഉള്ള വെറുതെ സാധനങ്ങളൊന്നും മേടിക്കില്ല. വെറുതെ നമ്മളെ പൈസ ഇല്ലാത്തവർ ലുക്ക് മാത്രമുള്ളവരാണ് ഗൈസ്. അതും കുഴപ്പമില്ല. അവനെ ലുക്കിംഗ് സോ പ്രെറ്റി, സോ നൈസ്. ഞാൻ അവൾക്ക് വീട് എടുത്തോട്ടെ ഗൈസ്. ബൈ. ഇപ്പോൾ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. ഈ കടൻ്റെ പേര് അറിയില്ല, പക്ഷേ സെറ്റ് കടയാണ്. നോക്കും ഗൈസ്, നോക്കും ഇങ്ങോട്ടേക്ക്. സുചി ഇങ്ങോട്ട് നോക്കും. ഹലോ, ഐസ് നോക്ക്. ഗൈസ്, നമ്മളിപ്പോ പോകുന്നത് ക്രൂരതയുടെ ഒരു മുഖമാണ് ഇവൻ. എന്റെ വ്ലോഗിൽ നീ വരും. ക്രൂരതയുടെ മുഖം, മറ്റൊരു മുഖം. റൂളാണ്. നമ്മൾ ടയേർഡ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പൗഡർ എല്ലാം പോയി. ടയേർഡായില്ലേ ഗൈസ്? കണ്ടോ ഗൈസ്, നമ്മൾ ടയേർഡായി. എനിക്ക് തിന്നുണ്ടായിരിക്കും, ഉറങ്ങണം. ഇവിടെ ഒരു റൂം ഉണ്ടോ, അവിടെ കയറ്റോന്ന് അറിയില്ല ഗൈസ്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ കയറിയിട്ട് എവിടേക്ക് പോകുന്നത് പറയാം.
നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി കോയമ്പേട് പോവാണ് guys. എന്റെ മാതാവേ നമ്മളല്ലോടാ ഇതിനെ കിട്ടി എന്റെ ബ്ലോഗിൽ കിട്ടി. നമ്മൾ പോവാണ് ഗൈസ് മന്തി കഴിക്കാൻ. അവണി നോക്ക്, നമ്മൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മള് മന്തി കഴിക്കാൻ പോകുന്നത്. ഹലോ, അങ്ങനെ പ്രത്യേകം തരം കടകളാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ചെന്നൈ പറയുന്നത് ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ വെയിലോട് കറുത്ത് പോയി guys. രാവിലെ അല്ല ഭംഗി ഉണ്ടാക്കും ഞാൻ. തണ്ണിമത്തന് ഇതൊക്കെ ഞാൻ ഒന്നാക്കും വിടും. നമ്മള് അങ്ങനെ മന്തി കഴിക്കാനായിട്ട് എന്താ പേര് മന്തിയിലേക്ക് വന്നിരിക്കുകയാണ്. മന്തി വന്നിട്ട് പറയാം. കാത്തിരുന്ന് ലാസ്റ്റ് നമ്മുടെ മന്തി വന്ന് ദൂരെയാണ് മന്തി ഉള്ളത്. ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരും അല്ലേ അമ്മ? കാത്തിരിക്കണം, അത്ര ദൂരം മന്തി ഇനി നമ്മൾ കാത്തിരിക്കണം. ഇതാണ് നമ്മുടെ മന്തി, അവണിൻ്റെ നമ്മുടെ മന്തി. ഇങ്ങനെ വന്നടി ഇങ്ങനെ വന്നടി. നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഏത് സ്ഥലം? ആ യെസ്, ഇത് സീ സ്ഥലമാണ് കേട്ടോ. അടിച്ചില്ല എന്നെ അത് കണ്ടിട്ട്. ഇത് ആണ് കരുണാനിധിൻ്റെ ആണിത്. നല്ലൊരു സ്ഥലമാണിത്. എല്ലാം കൂടി ഒന്നിച്ചു പോയിക്കണം. എന്റെ കാലം